തൃശൂർ കോർപ്പറേഷനിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷം നീങ്ങുകയാണ്. പ്രതിഷേധത്തിനിടെ ഡെസ്കിൽ കയറിയ ജയപ്രകാശ് പൂവത്തിങ്കലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രതിഷേധിച്ച് ബാക്കി അംഗങ്ങളും ഇപ്പോൾ ഡെസ്കിൽ കയറി. പിന്നീട് 10 അംഗങ്ങളെ ഇപ്പോൾ ഈ ഡെസ്കിൽ കയറിയിരിക്കുന്ന 10 അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഡെസ്കിൽ കയറിയാണ് ഇപ്പോൾ എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. റീത്ത് ഉയർത്തി, പ്ലക്കാർഡുകൾ ഉയർത്തി, ബാഗ്, നമുക്ക് റീത്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. റീത്ത് ഉയർത്തിയാണ് ഇപ്പോൾ പ്രതിഷേധം. മേയർ എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവരുമായി കേൾക്കാം. നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോഴും പ്രതിഷേധം അവസാനിച്ചിട്ടില്ല. റീത്ത് ഉയർത്തി മേയറുടെ മുന്നിൽ ഡെസ്കിൽ കയറി നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധിക്കുകയാണ്. തീർച്ചയായും വലിയ പ്രതിഷേധത്തിലേക്കാണ് തൃശൂർ നഗരസഭ പോകുന്നത്. അതായത് പ്രതിപക്ഷാംഗങ്ങൾ ഡെസ്കിൽ കയറി നിന്ന് പ്രതിഷേധിക്കുകയാണ്. ആദ്യം ഒരംഗം മാത്രം ഡെസ്കിൽ കയറി നിന്ന് പ്രതിഷേധിച്ചു. ഭാഗത്തെ മേയർ സസ്പെൻഡ് ചെയ്തു. അതിനെ തുടർന്ന് എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും ഇത്തരത്തിൽ ഡെസ്കിൽ കയറി നിന്ന് പ്രതിഷേധമുയർത്തി. ഇതിൽ പ്രതിപക്ഷാംഗങ്ങളെ 10 അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തു. ഈ തുടർന്നുള്ള കൗൺസിലും അതോടൊപ്പം തന്നെ 2 കൗൺസിലിലേക്കുമാണ് സസ്പെൻഷൻ. പക്ഷേ അതുകൊണ്ടൊന്നും പ്രതിഷേധം അവസാനിച്ചില്ല. വളരെ ശക്തമായ പ്രതിഷേധമാണ് ഈ റൂട്ടിലെ ഈ കുഴിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ തൃശൂർ നഗരസഭയിൽ ഉണ്ടാകുന്നത്. ഒരു ഭാഗത്ത് ഭരണസാഹിതി അംഗങ്ങൾ രാജൻ പാലിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. അതേസമയം തന്നെ മറുഭാഗത്ത് പ്രതിപക്ഷ അംഗങ്ങൾ രാജൻ പാലിന്റെ നേതൃത്വത്തിൽ ശരീരത്തിൽ പ്രതീകാത്മകമായി രക്തം ഒഴിച്ചുകൊണ്ട്, സുവർണ്ണമഷി ഒഴിച്ചുകൊണ്ട് ഇത്തരത്തിൽ മേയറിനെതിരെ മുദ്രാവാക്യം വിളിയുമായി രംഗത്ത് വന്നു. ഡെസ്കിൽ കയറി നിന്ന് ആണ് ഇപ്പോൾ എല്ലാ അംഗങ്ങളും പ്രതിഷേധിക്കുന്നത്. കയ്യിൽ റീത്തും വച്ച് ആണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയം, PWD റോഡ് അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ റോഡ്, ഇതുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തിയാണ് നഗരസഭാ കൗൺസിലിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമാകുന്നത്. അജണ്ട അനുസരിച്ച് മറ്റു വിഷയങ്ങൾ എടുത്തപ്പോൾ അതിൽ ഈ വിഷയത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ടായി. പിന്നീട് പ്രതിപക്ഷാംഗം രാജൻ പലൻ ഈ വിഷയം ഉന്നയിച്ചു. അതിനെ തുടർന്നുള്ള പല തർക്കങ്ങളാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിലേക്ക്, ശക്തമായ പ്രതിഷേധത്തിലേക്ക് തൃശൂർ നഗരസഭയെ എത്തിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യം പ്രതിഷേധത്തിനിടെ ജയപ്രകാശ് പൂവത്തിങ്കൽ ഡെസ്കിൽ കയറി പ്രതിഷേധിച്ചു. അപ്പോൾ ആ സമയത്ത് ജയപ്രകാശ് പൂവത്തിങ്കലിനെ മേയർ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷമാണ് മറ്റെല്ലാ അംഗങ്ങളും ഇപ്പോൾ ഡെസ്കിൽ കയറി നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നത്. മരണവുമൊക്കെയായി ബന്ധപ്പെട്ട് ഈ മേയർ എന്തെങ്കിലും പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായോ, അതോ ഈ കൗൺസിലിൽ അദ്ദേഹം ആ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വിശദീകരണം നൽകാൻ തയ്യാറായോ? ആ സമയത്തൊന്നും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. കോർപ്പറേഷന്റെ ചുമതലയുള്ള റോഡുകളിലൊക്കെ വലിയ കുഴികളാണെന്നൊക്കെ ആളുകൾ പരാതിപ്പെടുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ശേഷം ഈ റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ്. നമുക്ക് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കതിനൊരു ശ്രമിച്ചു നോക്കാം. ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. ഈ കുഴിയുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം അദ്ദേഹം ഈ കൗൺസിൽ കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. വലിയ പ്രതിഷേധം തന്നെ ഈ കൗൺസിലിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ കുഴിയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഈ നഗരസഭയിലാകെ തന്നെ ഉണ്ടാകുന്നത്. വലിയ പ്രതിപക്ഷ ബഹളം അരങ്ങേറുന്നത്. നഗരത്തിലെ റോഡിലെ കുഴിയിൽ വീണ് ഒരു യുവാവിൻ്റെ മരണമടക്കം സംഭവിച്ച കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ്. ആ വിഷയങ്ങളൊക്കെ ഉയർത്തിയാണ് ഇപ്പോൾ പ്രതിപക്ഷ കൗൺസിലർമാർ
സഭയ്ക്ക് പുറത്ത്, കോർപ്പറേഷൻ ഓഫീസിന് പുറത്ത് പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് അതേ വസ്ത്രങ്ങളുമായി തന്നെ കൗൺസിലിൽ പങ്കെടുക്കുകയും അവിടെയും പ്രതിഷേധമാണ്. ഇപ്പോൾ ഡെസ്കിന് മുകളിൽ കയറി നിന്നുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. എല്ലാ പ്രതിപക്ഷ അംഗങ്ങളും ഡെസ്കിന് മുകളിൽ കയറി റീത്ത് ഉയർത്തി, പ്ലക്കാർഡുകൾ ഉയർത്തി, മുദ്രാവാക്യം വിളിച്ച് ഈ ഭരണം മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഈ ഡെസ്കിൽ കയറി ആദ്യം പ്രതിഷേധിച്ചിരുന്നത് ജയപ്രകാശ് പൂവത്തിങ്കലിനെ ആയിരുന്നു. ജയപ്രകാശ് പൂവത്തിങ്കലിനെ സസ്പെൻഡ് ചെയ്തു. അതിൽ പ്രതിഷേധിച്ച് ബാക്കിയുള്ള പ്രതിപക്ഷ അംഗങ്ങളും ഡെസ്കിന് മുകളിൽ കയറി പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ 10 പ്രതിപക്ഷ അംഗങ്ങളെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ അപകടമുണ്ടായ റോഡിന്റെ ദൃശ്യങ്ങളാണ്. നോക്കൂ, ആ അപകടമുണ്ടായി ഇന്ന് ഇപ്പോൾ ഒരു ദമ്പതികൾക്ക് പരിക്ക് പറ്റി. അവർ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കഴിഞ്ഞ ദിവസമാണ് എം ജി റോഡിലെ ഈ കുഴി വെട്ടിക്കവേ 21 വയസ്സുകാരനായ യുവാവിന് ജീവൻ നഷ്ടമായത്. ആ റോഡിന്റെ അവസ്ഥ നോക്ക്, എത്രത്തോളം ശോചനീയമാണ് നോക്ക്. എത്രയിടങ്ങളിലാണ്, അതായത് പ്രധാനപ്പെട്ട പാതയാണിത്. അവിടെയാണ് ഇങ്ങനെ റോഡിന് നടുവിൽ ആ പാതയിൽ പലയിടത്തും കുഴികൾ കാണപ്പെടുന്നത്. കുഴി ഉണ്ടാകുമ്പോൾ അതിനെ ഒന്ന് ടാർ അല്ലെങ്കിൽ അതിന് മുകളിൽ കല്ലോ അല്ലെങ്കിൽ പൊടി കഷ്ണങ്ങളോ കൊണ്ട് ഇടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ലാതെ അത് പൂർണ്ണമായും അടയ്ക്കാൻ, അതിനൊരു പരിഹാരം കാണാൻ, ആ കുഴി അടയ്ക്കാനുള്ള ശ്രമങ്ങൾ കരാറുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. പരിക്ക് പറ്റിയ ദമ്പതികളുടെ സ്കൂട്ടർ ആണിപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇത് ആ യുവാവ് മരിക്കാനിടയായ ആ സംഭവത്തിലെ സ്കൂട്ടറായിരുന്നു. അന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ ആ സ്ഥലത്ത് ഓടിക്കൂടുകയും അമ്മ എഴുന്നേറ്റിരുന്നു. പക്ഷേ മകൻ മറ്റൊരു വാഹനം ഇടിച്ച് മരിക്കുന്ന സ്ഥിതി ഉണ്ടായി. അമ്മയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. 21 വയസ്സുള്ള വിഷ്ണുദത്ത് എന്ന ചെറുപ്പക്കാരനാണ് അന്ന് ഈ അപകടത്തിൽ മരിച്ചത്. അതിനുശേഷമാണ് ഇന്ന് ഉണ്ടായ അപകടത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ നേരത്തെ പങ്കുവച്ചത്. അത് 2 പേരാണ് ആ അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തപ്പോൾ കോർപ്പറേഷൻ്റെ ചുമതലയുള്ളതും അല്ലാത്തതുമായ റോഡുകളിലൊക്കെ വ്യാപകമായി കുഴികളുണ്ട്. മഴക്കാലത്ത് കുഴികളൊക്കെ വരും. പക്ഷേ അത് വന്നാൽ തന്നെ വേഗത്തിൽ അത് അടയ്ക്കാനുള്ള നടപടികൾ എടുക്കുന്നില്ല എന്നതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമായി മാറുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകട സൂചനാ മുന്നറിയിപ്പുകളെങ്കിലും വച്ചാൽ ഒരുപക്ഷെ ആളുകൾക്ക് അപകടരഹിതമായി വാഹനം ഓടിച്ചു പോകാൻ കഴിയും. അതുമില്ല. അങ്ങനെയാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. പെട്ടെന്ന് കുഴി വീഴാതിരിക്കാൻ വെട്ടിച്ചതുകൊണ്ടാണ് ഈ അപകടത്തിൽ ആ യുവാവ് മരിച്ചത്. അതാണ് പലയിടത്തും സംഭവിക്കുന്നത്. പിന്നെ ചരലൊക്കെ സൈഡിൽ കിടക്കും, അതിൽ തെന്നി വീണുമൊക്കെ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്ത് തൃശൂർ കോർപ്പറേഷനിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.